ഇതൊക്കെ എവിടെ കിടക്കുന്നത്? എടാ, നിനക്കിങ്ങനെ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടോ? എന്ത്? ആഹാ, ഇതായിരുന്നു എത്ര ശ്രദ്ധയോടെ നോക്കിയത്. ഓ എന്റെ ചേച്ചി ഇതോ നോക്കേ, 2 നമ്പറിന്റെ വ്യത്യാസത്തിൽ 10,000 രൂപ മിസ്സായി. അതെ, നീ ഇങ്ങനെ ലോട്ടറി എടുത്ത് ഭാഗ്യവും പരീക്ഷിച്ചിങ്ങനെ നടന്നോ? അതെ, ആ ലോട്ടറി നോക്കി തീർന്നെങ്കിൽ പേപ്പർ എടുത്താ. എന്നാലും ഞാൻ വിചാരിച്ചു നാളെ ലോക ഭാര്യ ദിനം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ 6ാം വാർഡിലെ ഭാര്യമാരെയൊക്കെ വിളിച്ചു വരുത്തി നല്ലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭാരതിനായിട്ട് മാറൂലേ? എല്ലാത്തിനും ആഘോഷിക്കും ഓരോ ദിനം ഉണ്ടല്ലോ. എടാ, ഭാര്യാദിനത്തിലെങ്കിലും ഭാര്യമാർക്ക് ഒരു പ്രത്യേക പരിഗണന കിട്ടുമല്ലോ. കുറഞ്ഞ പക്ഷം ഭർത്താക്കന്മാരുടെ ഒരു ആശംസയെങ്കിലും കിട്ടും. കൊള്ളാം, അത് കൊള്ളാം. പപ്പേട്ട, അതെ, നാളെ ലോക ഭാര്യാദിന. ഇനി അതിന്റെ ഒരു കുറവൂടെ ഉള്ളായിരുന്നു. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അളിയനും ഒക്കെ എന്തിനാ ചുമ്മാ ഓരോ ദിവസങ്ങള്? എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കും. പ്രേമദിനം, വാർദ്ധക്യ ദിനം എന്നും ഇതൊക്കെ ആഘോഷിക്കേണ്ട കാര്യങ്ങളാണോ? പപ്പേട്ട നമ്മുടെ വിവാഹ വാർഷികം പോലും ഓർത്തു വെക്കാറില്ലല്ലോ. അല്ല, എനിക്ക് ഇതുവരെ ഒരു സമ്മാനെങ്കിലും തന്നിട്ടുണ്ടോ? ചേച്ചി, ഞാൻ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള സകല ഭർത്താക്കന്മാരും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസമാണ് ഈ വിവാഹ സംഭവ ദിനം. സംഭവം? പിന്നെ അപകടങ്ങളൊക്കെ സംഭവിക്കാന്നല്ലേ പറയുന്നത്? അതെ, അപ്പൊ ഞാൻ ഇറങ്ങാം. ശരി. ഇല്ലേ അവിടെ? ഓ, അവിടെ. ഹലോ ലതികേ, എന്താ വിശേഷം? മലേഷ്യക്കോ? അല്ല, എന്താ പെട്ടെന്ന്? ഓ, ഭാര്യാദിനം പ്രമാണിച്ച യാത്രയാണെന്നോ? ഓ, കൊള്ളാം കൊള്ളാം, ഹാപ്പി ജേർണിയാ. ശരി. ആര്? രാജൻ സാറിന്റെ ഭാര്യ ലതിക. ഭാര്യാദിനം പ്രമാണിച്ച് അവര് മലേഷ്യക്ക് പോവാന്ന്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം, അതിന് വിളിച്ചതാ. ഇങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് ചേച്ചി, സ്നേഹമുള്ളമാര്. ബാക്കിയുള്ളവനെ കൂടെ പറയിക്കേ. എനിക്കുണ്ട് ഒരു ഭർത്താവ്, ഒരു കാര്യമില്ല. നാളെ അമ്മയ്ക്കൊരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. എന്ത് സമ്മാനം വാങ്ങിക്കൊടുക്കണം മോളെ? നാളെ എന്താ പ്രത്യേകത? വെഡിങ് ആനിവേഴ്സറിയാ? ഭാര്യമാർക്ക് വേണ്ടിയുള്ള ദിവസമാ. അത് കൊള്ളാലോ. എന്ത് സമ്മാനം കൊടുക്കും? കൊടുക്കുമ്പോ അതിനൊരു പുതുമ വേണമല്ലോ. അത് വേണം മോളെ. അങ്ങനെയാണെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും. നാളെ ഒരു ദിവസം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് വീട്ടു ജോലിയൊക്കെ അച്ഛൻ തന്നെ ഏറ്റെടുക്ക്. നാളെ ഞായറാഴ്ചയല്ലേ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും. ഇതിനെക്കാട്ടി വലിയൊരു സമ്മാനം ഒരു ഭർത്താവും ഭാര്യയ്ക്ക് കൊടുത്തു കാണില്ല. നാളെ ഭാര്യാദിനം പ്രമാണിച്ച് എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു മഹത്തായ സമ്മാനം തരാൻ തീരുമാനിച്ചു. നാളെ ഒരു ദിവസം വീട്ടിലെ അടുക്കള ജോലി, തൂത്തുകൊടക്കല്, തുണി കഴുകല്, ഇതൊക്കെ പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാരും ഒന്ന് കൈയടിച്ചേ. അല്ല, ഇതെല്ലാം കൂടെ അളിയനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്താ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അളിയന് തോന്നുന്നുണ്ടോ? അല്ല, ചോറും കറിയും ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ അമ്മ ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷായി പപ്പേട്ട. അപ്പൊ ഒരു ദിവസം എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. സംശയം എന്തോന്ന്? നാളെ കുനിഞ്ഞൊരു കുപ്പ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. TV കാണുവോ, വായിക്കുവോ, കിടന്നുറങ്ങുവോ, നാളത്തെ ദിവസം എങ്ങനെ വേണമെങ്കിലും പത്മത്തിന് ആഘോഷിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരിക്കും? അളിയൻ എന്ത് വേണം? ഈ ദോശ ചപ്പാത്തി ഒന്നും വേണ്ട, വേറെ എന്തോ വേണോന്ന് പറ. പപ്പേട്ട, ഈ പുട്ടും പയറും പപ്പടം ആയാലോ? കൊറേ ദിവസമായി കഴിച്ചിട്ട്. അല്ല, പപ്പേട്ടനെ കൊണ്ട് പറ്റുമോ? പുട്ട്, പയറ്, പപ്പടം, കൂടെ ഒരു വറുത്ത വറ്റലുമുളക് അടക്കം നാളെ രാവിലെ ഈ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കും. പത്മശ്രീയിലെ പപ്പനാവനാ പറയുന്നത്.
അല്ല ഗ്യാസിന്റെ കത്തുന്നില്ല. ഗ്യാസ് ഇല്ലയോ? ഗ്യാസ് വാൽവ് താഴോട്ടാണോ മേളോട്ടാണോ തുറക്കുന്നത്? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അല്ല ഗ്യാസ് എങ്ങാനും ലീക്ക് ചെയ്താലോ? വേണ്ട, പത്മത്തോട് ചോദിച്ചാലെന്താ? ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ പ്രശ്നമാകും. താഴോട്ടാണോ മേലോട്ടോ? പത്മം, പത്മം, എന്തേ? ചായ എവിടെ? ചായ ഇപ്പം റെഡിയാവും. എപ്പോ? ഇപ്പൊ 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 ഒന്ന് പോയി റെഡി ആക്ക് പപ്പേട്ട. അതെ, ഈ ഗ്യാസ് കുറ്റിയുടെ വാൽവേ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തിരിക്കുന്നതെന്നൊരു സംശയം പോലെ. വലത്തോട്ട് പപ്പേട്ട. വലത്തോട്ടല്ലേ? ഇടത്തോട്ട്. ഇടത്തോട്ടല്ല, വലത്തോട്ട് പപ്പേട്ട പോ. ബഹുത്ത് ശുക്രിയ. അപ്പൊ ഇടത്തോട്ടല്ല, വലത്തോട്ടാണ്. വലത്തോട്ട്. ഈ ഇടത്തോട്ടല്ല, വലത്തോട്ട്. വലത്തോട്ട് തന്നെ, ഇടത്തോട്ടേ അല്ല, വലത്തോട്ട് തന്നെ. വലത്തോട്ട്, വലത്തോട്ട്, വലത്തോട്ട്. കത്തുന്നു. തിളച്ച് തിളച്ച്. അത് മതി, ഇത്രയും മതി. 4 പേർക്ക് ഇത് മതി. തേയിലയല്ലേ ഇട്ടത്? കുരുമുളകായിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തേയിലയും പഞ്ചസാരയൊക്കെ എവിടെ പോയി ഒളിച്ച്? പത്മത്തോട് ചോദിച്ചാലോ? വേണ്ട, ചിലപ്പോ ഒക്കെ ബുദ്ധിമുട്ടാവും. പക്ഷെ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പത്മത്തിനല്ലേ അറിയൂ. ചോദിക്കാം, അതാ നല്ലത്. അതെ പത്മം, പത്മം, പത്മം. എന്താ പപ്പേട്ട? വേണ്ട, പത്മം കിടന്നു. ഞാൻ വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. പത്മം കിടന്നു. ഈ പഞ്ചസാരയും തേയിലയൊക്കെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ല. ഈ സ്റ്റൗവിന്റെ നേരെ മുകളിലത്തെ തട്ടിലിരിപ്പുണ്ട് ചുവന്നടപ്പ്. ചുവന്നടപ്പ് അതിന്റെ ശ്രദ്ധപ്പെട്ടില്ല. നീ കിടന്നു, ധൈര്യമായിട്ട് കിടന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഈ സ്റ്റൗവിന്റെ നേരെ മേളത്തെ തട്ടിലെ ചുവന്നടപ്പ്. ചുവന്നടപ്പ്, 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 ചുമന്നടപ്പ്, ചുമന്നടപ്പ്, നേരെ മേളത്തെ തട്ടില്. തേയില. പത്മം, പത്മം. പപ്പേട്ട ദേ കൃത്യം 5:30 മണിക്ക് തന്നെ ചായ റെഡി ആയിട്ടുണ്ട്. പിടിച്ചു. എങ്ങനുണ്ട്?
നന്നായിട്ടുണ്ട്. വെരി നൈസ്. പത്രം എവിടെ? പത്രം എടുത്തോണ്ട് വരാം. പിന്നെ മുറ്റം വൃത്തിയാക്കേണ്ട നേരമായി. അയ്യോ. അപ്പൊ പിന്നെ ഞാന് മുറ്റം വൃത്തിയാക്കിയിട്ട് പത്രം എടുത്തോണ്ട് വരണോ അതോ പത്രം എടുത്തോണ്ട് വന്നിട്ട് മുറ്റം വൃത്തിയാക്കണോ? അത് പത്രം വേണ്ട. പത്രം വേണ്ട. വേണ്ട. പത്രം വേണ്ട. വേണ്ട. അപ്പൊ മുറ്റം അടിക്കാം. അടിച്ചോളൂ. എന്നിട്ട് പിന്നെ പത്രം എടുത്തോണ്ട് വരാം. പത്രം വേണ്ട. അല്ലാതെ ആദ്യം പിന്നെ വേണ്ട. വേണ്ട. പൊയ്ക്കോളൂ. പത്രം വേണ്ട. പൊയ്ക്കോളൂ. അപ്പൊ ചായ കുടിക്കും. ചായ അപ്പൊ കുടിക്കാം. ഞാൻ ശരി, പത്രം എടുത്തോണ്ട് മുറ്റം അടിച്ചിട്ടും ശ്ശോ. ഇതിനകത്ത് എന്തുവാലേ അത് ചെയ്യുന്നേ? അതെ, ഈ മുറ്റം മൊത്തം ചവറ്. അതിനാണ് ഇങ്ങനെ പറക്കിയിടുന്നത്. ആ. എന്റെ അളി അതിങ്ങനെ പറക്കിട്ടത് എപ്പോഴും തീരും. എന്റെ അളിയ ഇതിനാണ് ചൂല്. ആ. ചൂല് കൊണ്ട് ഇതിങ്ങനെ തൂത്ത് വാരിയതിന് ശേഷം ഈ ബക്കറ്റിലേക്ക് കൂട്ടിയിടുക. ആ. ഞാനിപ്പൊ ചൂലെടുത്തോണ്ട് തരാം. ശ്ശെ. അല്ല, ഇങ്ങനെ പറക്കി എടുത്താലും ശരിയാകുള്ളിയാ? ഏ അല്ല, ഇങ്ങനെ പറക്കി ഇട്ടാലും കൊറേയൊക്കെ അങ്ങ് അത് പോകും. ശരിയാവും, പക്ഷെ ഒരുപാട് സമയം എടുക്കുകയാ. ഇല്ല. ചൂല് ചൂല്. ദാ. ആ, അപ്പൊ ഇത് ഇതിങ്ങനെ തൂക്ക്. തൂക്കാവല്ലോ. തൂക്കുമല്ലോ. ചയ്യേ. ഛെ, എന്റെ അളി അങ്ങ് തന്നെ. ഇത് അങ്ങനെ അല്ല. പിന്നെ ഇത് ആദ്യം ചൂലിങ്ങനെ അതിങ്ങനെ ഒന്ന് കറക്കണം. അതതിന്റെ ഒരു നാക്കാണ്. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി കണ്ട ഇങ്ങനെ വിടർന്നിരിക്കുന്ന മൈപ്പിൽ പോലെ. ഇനി വിശാലോ കണ്ട മനസ്സിലായി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു കാര്യല്ലേ? ആദ്യം ഇങ്ങനെ ഇങ്ങനെ കറക്കി ഒന്ന് ലെവലാണ്. ഇങ്ങനെ വിടർത്തി എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഏതാണ്ട് ലെവലായി ചൂല്. ഇതെന്തളിയാ? ഈർക്കില് കളിയാ? പിന്നെ ഇത് ചൂലങ്ങ് ഈർക്കില. ഒരു കാര്യം ചെയ്യും, ഈ ബക്കറ്റ് പിടിച്ചോ. എന്നിട്ട് ഓരോ ഈർക്കിലായിട്ട് ഇങ്ങനെ നുള്ളി പിറകി ഇതിലാക്കി പോയി. ഇന്നത്തേക്ക് കഴിയോ ഇത്? കഷ്ടം. ചേച്ചി അറിയണ്ട. ഇല പറക്കണോ അതോ ചൂല് പറക്കണോ? ഇല പറക്കല്ലേ? അളിയന് തോന്നുന്നത് ആദ്യം ചെയ്. ഇന്നത്തേക്കാണ്.